സജി ചെറിയാൻ അതന്നെ സംഭവിച്ചു. അതിനകത്ത് ആരും ചോദിക്കാറുമില്ല, പറയാറുമില്ല. അതുകൊണ്ട് നിങ്ങളാരും അറിഞ്ഞിട്ടുമില്ല. കാരണം അത് അത്ര സുതാര്യമായി ചെയ്യണമെന്നും അത് സത്യസന്ധമായി ചെയ്യണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പ്രഖ്യാപിച്ച ഒരു അവാർഡിനെ സംബന്ധിച്ച് ഒരു പരാതിയും ഉണ്ടായില്ലെന്നുള്ളത് നിങ്ങൾ ഒന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു പരാതി ഉണ്ടായിട്ടില്ല. ആ പരാതികളില്ലാതെ ഏറ്റവും മികച്ച ഒരു പ്രഖ്യാപനമാണ് ഇന്നതാണ്. പ്രകാശ് രാജ് ഇത് പറയുമ്പോൾ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. സത്യമാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. അത് കഴിയുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. അപ്പം 4 സിനിമകൾ ഈ വർഷത്തെ അവാർഡിന് വേണ്ടി വന്നിരുന്നു. അങ്ങ് ചോദിച്ച പോലെ 2 സിനിമകൾ അവസാന ലാപ്പിലേക്ക് എത്തി. അത് ലാസ്റ്റ് പരിഗണനയ്ക്ക് വേണ്ടി എത്തി. അത് നമ്മുടെ നിയമാവലി അനുസരിച്ച് നമ്മളതിന് കൃത്യമായ മുൻഗണന കൊടുക്കണമെന്നുള്ള നിയമം തന്നെയുണ്ട്. അപ്പം അതനുസരിച്ച് അവസാനത്തെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്രിയേറ്റീവായ ഒരു സിനിമയായി ആ 2 സിനിമയെ അവർ കണ്ടില്ല. ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ആ സിനിമ എത്തിയില്ല എന്ന ഒരു വിലയിരുത്തൽ നടത്തുകയും അതിനെ സംബന്ധിച്ചിടത്തോളം ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് മലയാളം പോലൊരു സംസ്ഥാനത്തെ അല്ലെ ഭാഷ വഴി നടത്തുന്ന സിനിമയിൽ നമ്മളെല്ലാ മേഖലയും സ്പർശിക്കുന്നുണ്ട്. ഇപ്പോൾ SC/STക്ക് നമ്മൾ പ്രത്യേക പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് നമ്മൾ പ്രത്യേക പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെല്ലാം ചെയ്യുന്ന ഒരു സ്റ്റേറ്റിൽ ആകെ വന്ന 137 ചിത്രങ്ങളിൽ 10% ക്വാളിറ്റി ഉള്ളത്. ഇത് ജൂറി പറയുന്ന കാര്യമാണ്. ഞാൻ കണ്ടിട്ടില്ല അതിനകത്തെ സിനിമയൊന്നും. അപ്പോൾ ജൂറിയാണ് വിലയിരുത്തിയത്. അതിന്റെ അർത്ഥം എന്താ? സിനിമയുടെ നിർമ്മിക്കുമ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് വളരെ മൂല്യമുള്ള അവതരണമായി സിനിമയെ മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശമാണ് അവർ വെച്ചിട്ടുള്ളത്. ആ നിർദ്ദേശം പറഞ്ഞ കൂട്ടത്തിൽ കുട്ടികളെ സത്യത്തിൽ മലയാള സിനിമ അതിന്റെ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തി ക്രിയേറ്റീവായി കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്ന വിമർശനവും ഖേദവും പ്രകടിപ്പിച്ചിരിക്കുന്നു. സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണം. രണ്ടാമതൊരു പറഞ്ഞ കാര്യം, സിനിമാ മേഖലയിൽ ഇപ്പോൾ സംവിധായകർ, ആ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മറ്റ് ആളുകൾ കുട്ടികളുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കണം. ഈ 2 കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. നമ്മളിപ്പോൾ SC/STക്ക് പ്രൊമോഷൻ കൊടുത്ത പോലെ സ്ത്രീകൾക്ക് പ്രൊമോഷൻ കൊടുത്ത പോലെ ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾ വന്നാൽ ആ സിനിമയെ ഗവൺമെന്റ് കൂടി വേണ്ടി വന്നാൽ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഒരു അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനേ നമുക്ക് ഇനി കഴിയും. ആ കാര്യത്തിൽ നിലപാടെടുക്കും. ഞാൻ ബന്ധപ്പെട്ടവരുടെ യോഗം ഇന്നലെ തന്നെ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചെന്നാൽ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു കൂട്ടി ഇവര് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറവുകൾ, അത് ഒരു കുറവല്ല, പല കുറവുകൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കുറവുകളെല്ലാം അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് നമുക്കതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന് നടപടി ഉണ്ടാവും. കുട്ടികളുടെ സിനിമയ്ക്കായി പ്രത്യേക അവാർഡ് ഉണ്ടാവുന്നതാണ്. ഞാൻ പറയട്ടെ, ഞാൻ ബാലതാരങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിനകത്ത് അതിന് അവാർഡ് കൊടുക്കാൻ പറ്റിയ തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു അഭിനയം അവര് കണ്ടില്ല, ജൂറി കണ്ടില്ല. അവരതിനകത്ത് സങ്കടപ്പെടുന്നുണ്ട്. അവരാ സങ്കടപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ നമ്മുടെ ഒരു കുറവായിട്ടൊന്നും ഒരുപാട് കാണണ്ട. നമ്മളത് പരിഹരിക്കുക. നമുക്ക് വിമർശനങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? വിമർശനങ്ങൾ വരട്ടെന്ന്. പ്രോത്സാഹനം. അതെ. ഇപ്പോ കഴിഞ്ഞ വർഷം പറയട്ടെ, കഴിഞ്ഞ വർഷവും കുട്ടികളുടെ സിനിമയ്ക്ക് കുട്ടികൾക്ക് അവാർഡ് ഉണ്ടായിരുന്നു. ഈ വർഷം അത് വന്നില്ല എന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കുറവായിട്ടാണല്ലോ അവർ ചൂണ്ടിക്കാണിച്ചേ. അത് നമ്മുടെ പൊതുവായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ, പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ. അത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് പരിഹരിക്കും. അതിന് സിനിമ ഇൻഡസ്ട്രിയിൽ ഈ പടം എടുക്കുന്നവരെ വിളിക്കും. നല്ല സിനിമ എടുക്കണം, ഗവൺമെന്റ് സപ്പോർട്ട് വല്ലതും വേണമെന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കും. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, അടുത്ത അവാർഡ് വരുമ്പോൾ കുട്ടികൾക്ക് അവാർഡ് ഉണ്ടായിരിക്കും. ഈ കുട്ടികളുടെ സിനിമകൾ എടുക്കുന്നവർ വേണം വേറെ, കുട്ടി വേറെ, രണ്ടും രണ്ടല്ലേ. ഈ കുട്ടികളുടെ സിനിമകൾ എടുക്കുന്നവർ പലപ്പോഴും കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ്. ഒരു നല്ല നിർമ്മാതാവിനെയൊന്നും കിട്ടാതെയാണ് അവർ വളരെ പരിമിതമായ. എന്താ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയുടെ ഫോക്കസ് എന്താ? ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ കണ്ടിട്ട് ലാഭത്തിൽ പോകണം. 100 കണക്കിന് പടമാണ് കേരളത്തിൽ ഇറങ്ങുന്നത്, ചെറിയ കാര്യമല്ല. ഭൂരിപക്ഷം പടവും പരാജയപ്പെടുകയാണ്. അവിടെ കുട്ടിയോ പിന്നെ മുതിർന്നവരെയോ അല്ലെ ചെറുപ്പക്കാരെയോ നോക്കി സിനിമ എടുക്കാൻ ഭൂരിപക്ഷം തയ്യാറല്ല. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സിനിമകൾക്കാണ് താല്പര്യം. ഇപ്പം മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടി. കേരളം മൊത്തം ആളുകൾ കണ്ടുകൊണ്ടൊന്നുമല്ല. അവരുടെ ഒന്നാന്തര സിനിമയാണ്, പക്ഷെ എത്ര പേര് കണ്ടു? ഈ പ്രശ്നം നമ്മൾ കാണുന്നത് ഗൗരവമായിട്ട്. നമുക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ ആളുകൾക്ക് താല്പര്യമുള്ള സിനിമ വരികയും വേണം. എന്നാൽ
മൂല്യമുള്ള സിനിമകൾ വരും. ഇതെല്ലാം കൂടി ചേരുന്നതാണല്ലോ സിനിമ. അപ്പൊ അതിന് അവരെ നമ്മൾ തയ്യാറാക്കണം. അവർ പറയുമ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഒരുപാട് അവർ പറയുന്നുണ്ട്. നമ്മുടെ കോൺക്ലേവിൽ അവർ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള സിനിമ എടുത്താൽ ചില പരാജയപ്പെട്ടു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും, അപ്പം നമ്മുടെ സപ്പോർട്ടിനും വേണോ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം. എന്തായാലും മൂല്യമുള്ള സിനിമ എടുക്കാൻ കഴിയുന്നവരാണ് കേരളത്തിലെ സംവിധായകർ, കേരളത്തിലെ ഇൻഡസ്ട്രിയിലുള്ളത്. ആ മൂല്യമുള്ള സിനിമ എടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെ അവരോട് പറയുക, അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക. അത് അടുത്ത വർഷം ഉണ്ടാവും. സബ്സിഡി അടക്കമുള്ള അല്ല, അതെല്ലാം ആലോചിക്കണമല്ലോ. കുട്ടികളുടെ ഞങ്ങൾ സ്വീകരിച്ചു. വേടൻ സ്വീകരിക്കാൻ പറ്റാത്ത വേടനെ സ്വീകരിക്കുന്ന പറഞ്ഞാൽ വേടനെ പോലെ ഒരാളിനെ സ്വീകരിക്കേണ്ട കാരണം എന്താ, അത് നിങ്ങൾ വളരെ വിവാദമാക്കുക. മലയാളത്തിലെ ഈ എഴുത്തുണ്ടല്ലോ, മറ്റേ ഗാന രചനാ രംഗത്ത് വേടം പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നിലനിൽക്കുന്നത് വേടനെ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. ഉടനെ അതിനെ വേറെ ട്വിസ്റ്റ് ചെയ്തത്. അങ്ങനെയുള്ള ആളുകൾ നൂറുകണക്കിനുള്ളപ്പോൾ നല്ല ഒരു കവിത എഴുതിയ വേടനെ ഞങ്ങൾ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ജൂതി സ്വീകരിച്ചു. അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഗവൺമെന്റ് ഉണ്ടെന്നാ പറഞ്ഞത്. അല്ല ഉടനെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാതെ. വേടനെ പോലും വേടനെ പോലും പറഞ്ഞാൽ ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ ഒരുപാട് വലിയ എഴുത്തുകാരുടെ നാട്ടിൽ വേടനെ പോലെ പാട്ടുപാടുന്ന അയാളൊരു ഒരു എഴുത്തുകാരനല്ല, അങ്ങനെ ഗാനരചയിതാവല്ല. ആ സെൻസിക്കാണ്. ഒരു ഗാനരചയിതാവ് അല്ലാത്ത ഒരാള് ഒരു ഗാനം എഴുതിയപ്പോൾ അത് കേരളം സ്വീകരിച്ചു എന്നാ പറഞ്ഞത്. അതിന്റെ നല്ല വശം എടുക്കുക, അതിനെ ഉടനെ നിങ്ങൾ വേറെ രൂപത്തിൽ കാണുന്നു. എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്റെ പോലും എടുത്തോണ്ട് നിങ്ങൾ ചർച്ച ചെയ്യാം. അല്ല, കുട്ടികളുടെ സിനിമയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നതാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രം. അത് എൻട്രിയിലുണ്ടായിരുന്നു, അത് പരിഗണിക്കപ്പെടുകയും ചെയ്തതാണ്. നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ മുഴുവൻ ഇന്നലെ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള ജൂറി അംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് അവരോടും ചോദിക്കാൻ ഇഷ്ടം പോലെ സമയം കൊടുത്തു. അവിടെ ചോദിച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തുന്നതാണ്. ഒരു സിനിമയും ഞാൻ ഇതിനകത്ത് ജൂറിയുടെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതിനകത്ത് അവാർഡ് വിധികർത്താവല്ല. അവര് കണ്ട് അവര് വിധി പ്രഖ്യാപിച്ചു. അത് സത്യസന്ധമായി നാട്ടുകാരോട് പറഞ്ഞു. ഈ വിഷയം ഈ വർഷം തന്നെ പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി ഉണ്ടാവും? ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞില്ല, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയുടെ പ്രധാനപ്പെട്ടവരെ വിളിച്ചിട്ട് ഈ കുട്ടികളുടെ ഇഷ്യൂ ചൂണ്ടിക്കാണിച്ചത് ഗൗരവമായി തന്നെ എടുത്തിട്ട് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യും. പ്രസംഗത്തിൽ പറഞ്ഞൊരു പരാമർശം, സംസ്ഥാന താല്പര്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് പറഞ്ഞു. അപ്പോൾ കേന്ദ്രം ഈ രാഷ്ട്രീയം ഒളിച്ചു നടത്തുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടേ? രാഷ്ട്രീയമൊന്നുമില്ല ഇവിടെ. പിന്നെ മാർക്കറ്റ് ഉണ്ടാക്കുന്ന എന്ത് രാഷ്ട്രീയം? പൊതുവായി പറഞ്ഞ കേന്ദ്രം തരുന്ന പൈസ കേന്ദ്രത്തിൽ ഇവിടുന്ന് കൊണ്ടുവന്ന പൈസ ആണെന്ന്. നിങ്ങൾ ഇന്ന് കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എങ്ങനെ തേങ്ങ കേട്ട പൈസ ഒന്നുമില്ല. ഈ സംസ്ഥാനത്ത് നിന്ന് ടാക്സായി കൊണ്ടുവന്ന പൈസയിൽ ഒരു വീതം ഇങ്ങോട്ട് തരിക, അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം സ്റ്റേറ്റിനുള്ളത്. ആ ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തോട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റുമോ? അവര് തരേണ്ട പൈസ തരുന്നുണ്ടോ അത് ഞങ്ങൾ നോക്കും. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പദ്ധതികൾക്ക് അംഗീകാരം തരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ 50% തുക മാർക്കറ്റ് അവർ തന്നു, 50% സ്റ്റേറ്റ് ഇട്ടു. അത് കേന്ദ്രമായിട്ട് ദിവസം വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. നയപരമായ പ്രശ്നങ്ങളിലല്ല വിഷയം, രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് വിഷയം. രാഷ്ട്രീയമായി കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ഒരു നിലപാടും ഞങ്ങൾ യോജിക്കുന്നില്ല. ആ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. ഒപ്പം കേരളത്തിന്റെ വികസനത്തിൽ അവരോടൊപ്പം സഹകരിച്ചു പോകണമെന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. എന്താ വ്യത്യാസം? മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സിനിമാ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനവും ഈ സിനിമാ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. ഇതുവരെയും കഴിഞ്ഞ 5 വർഷത്തിനിടെ പ്രഖ്യാപിച്ചിട്ടുള്ള അവാർഡുകളിൽ ഒരിക്കൽ പോലും ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതേസമയം എന്തുകൊണ്ട് കുട്ടികളുടെ പുരസ്കാരങ്ങൾ, മികച്ച ബാലചിത്രം, ബാല നടന്മാർ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം അത് പരിശോധിക്കും, തനിക്കും ആ സംശയമുണ്ടായി എന്ന് ജൂറി ചെയർമാനോട് ഇക്കാര്യങ്ങൾ തിരക്കിയിരുന്നു. ഇതിനെങ്ങനെ പരിഹാരം കണ്ടെത്താമെന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും എന്നത് ഉൾപ്പെടെയുള്ള മറുപടിയാണ് മന്ത്രി നൽകിയത്.